എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കടക്കാം. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ മന്ദാകിനി എന്ന സിനിമയുടെ അതിമനോഹരമായ ഒരു കോമഡി സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു കല്യാണവും തുടർന്നുണ്ടാകുന്ന സംഭവബഹുലമായ നിമിഷങ്ങളും കോർത്തിണക്കിയ ഒരു ഫൺ റൈഡ്. അൽത്താഫ് സലീമും അനാർക്കലി മരക്കാരും പ്രധാന വേഷത്തിലെത്തിയ മന്ദാകിനി എന്ന ചിത്രത്തെ ഒറ്റ വാചകത്തിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം: അതിഥികളെല്ലാം പോയി കഴിഞ്ഞ കല്യാണ വീട്ടിൽ ആദ്യ രാത്രിക്ക് മുന്നേ നടക്കുന്ന കുറേ കാര്യങ്ങൾ തമാശയുടെയും ഗൗരവത്തിൻ്റെയുമെല്ലാം മേമ്പോടി ചേർത്താണ് സംവിധായകൻ വിനോദ് ലീല അവതരിപ്പിക്കുന്നത്. ഹാസ്യം മേമ്പൊടിയായി എത്തിയ ഒരു സ്ത്രീപക്ഷ സിനിമയാണെന്ന അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് നേടുന്നത്. സാധാരണക്കാരായ പ്രേക്ഷകരെ ഉദ്ദേശിച്ചു ചെയ്ത മന്ദാകിനിയിൽ രസകരമായി കണ്ടിരിക്കാനും കേട്ടിരിക്കാനുമുള്ള നിരവധി സംഭാഷണങ്ങളും തമാശ രംഗങ്ങളുമുണ്ട്. ഒരു കല്യാണ ദിവസം തുടർന്ന് കല്യാണ വീട്ടിൽ അരങ്ങേറുന്ന ഒരുപിടി സംഭവങ്ങളിലൂടെ രസകരമായൊരു യാത്രയൊരുക്കിയിരിക്കുകയാണ് സംവിധായകൻ വിനോദ് ലീല. അൽത്താഫും അനാർക്കലിയും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ വിവാഹത്തിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. കല്യാണ വീട്ടിലെ വിശേഷങ്ങളും രസങ്ങളുമൊക്കെയായി പുരോഗമിക്കുന്ന ചിത്രം പതിയെ ചുവടുമാറുകയാണ്. പിന്നാലെ ആദ്യരാത്രിയിലെ തുറന്നു പറച്ചിലുകളിലേക്കും പിന്നീടുള്ള സംഭവവികാസങ്ങളിലേക്കും രസകരമായി ചിത്രം വന്നു ചേരുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി കഥാഗതി മാറിമറിയുന്നുമുണ്ട്. പ്രണയത്തിൽ വഞ്ചിക്കപ്പെട്ടവരെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? വഞ്ചിക്കപ്പെട്ടതിൻ്റെ നിരാശ മുതൽ കാത്തുവച്ച സ്വപ്നങ്ങളെല്ലാം നെയ്തുകൂട്ടിയത് ഒറ്റയ്ക്കായിരുന്നുവെന്ന തിരിച്ചറിവിൻ്റെ വേദന വരെ നീളുന്ന എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ചിന്തകൾ. വഞ്ചിച്ചവരെ നേരിട്ട് കാണുമ്പോൾ ഒരു മധുര പ്രതികാരമെങ്കിലും ചെയ്യണമെന്ന് കരുതിയവരുണ്ടാകില്ലേ? ഒന്നിൽ കൂടുതൽ തവണ തന്നെ വിഡ്ഢിയാക്കിയ സുജിത് വാസു എന്ന കാമുകനോട് ചിത്രത്തിലെ നായികയായ അമ്പിളിക്ക് തോന്നിയതും അതേ പ്രതികാര ചിന്തയാണ്. അത് നടപ്പാക്കാൻ അമ്പിളി കൂട്ടുവിളിച്ചത് ആരെയാണ്? സ്വന്തം അമ്മായിയമ്മയും നാത്തൂനും അടക്കമുള്ള ഒരു പെൺപടയെ തന്നെയായിരുന്നു. ഒരു മിനിറ്റിൽ 2 പരദൂഷണമെങ്കിലും പറഞ്ഞു തീർക്കണമെന്ന് വാശിയുള്ള പരദൂഷണ കമ്മിറ്റി മുതൽ കല്യാണമെന്നാൽ മദ്യപാനമാകണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള അമ്മാവനും അളിയനും ബന്ധുക്കളും നിറഞ്ഞ ഒരു സാധാരണക്കാരൻ്റെ കല്യാണ വീട്. ഈ ബോംബുകളെല്ലാം ഒരുമിച്ചെത്തി പൊട്ടുന്നതോടെ ആരോമൽ ആശിച്ച് മോഹിച്ച് കാത്തിരുന്ന ആദ്യ രാത്രി എങ്ങനെയാകുമെന്ന് സിനിമയുടെ ആദ്യ ഭാഗം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ ഈ സിനിമ ഒരു സാമൂഹ്യ വിഷയത്തെയാണ് നർമ്മത്തിൻ്റെ രസച്ചരടിൽ കോർത്ത് അവതരിപ്പിക്കുന്നത്. ഇതിൽ നല്ലൊരു സാമൂഹ്യ വിഷയം കൂടി അടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ സിനിമയുടെ കാമ്പും ഭംഗിയും ചോർന്നു പോകുന്നതിനാൽ ഞാൻ ഇവിടെ പറയുന്നില്ല. ഒറ്റ ദിവസം നടക്കുന്ന കാര്യങ്ങളിലൂന്നിയാണ് ചിത്രം സഞ്ചരിക്കുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കഥാപാത്രങ്ങളുമായി പ്രേക്ഷകരെ കണക്ട് ചെയ്യിക്കാനായിട്ട് സംവിധായകന് സാധിക്കുന്നുണ്ട്. ഉശിരുള്ള സ്ത്രീ കഥാപാത്രങ്ങളും കഥാഗതിയിൽ നിർണായകമാകുന്നുണ്ട്. പാട്ടുകളും പശ്ചാത്തല സംഗീതവും മികവ് പുലർത്തിയതും ചിത്രത്തിന് ഒരു മുതൽക്കൂട്ടാണ്. കോമഡി രംഗങ്ങൾ മനോഹരമായി കൈകാര്യം ചെയ്യാറുള്ള അൽത്താഫിൻ്റെ കൈകളിൽ നായക കഥാപാത്രം ഭദ്രമായിട്ടുണ്ട്. അനാർക്കലിയും തൻ്റെ വേഷം ഭംഗിയാക്കിയിട്ടുണ്ട്. ഇരുവർക്കും പുറമെ ഗണപതി എസ് പൊതുവാള്, അശ്വതി ശ്രീകാന്ത്, പ്രിയ വാര്യർ, ജാഫർ ഇടുക്കി എന്നിവരും ചിത്രത്തിലുണ്ട്. അൽത്താഫിന് പുറമെ സംവിധായകൻ ജൂഡ് ആൻ്റണി, ജിയോ ബേബി, അജയ് വാസുദേവ്, അതുകൂടാതെ സംവിധായകൻ ലാൽ ജോസ് എന്നീ സംവിധായകരുടെ സാന്നിധ്യം ചിത്രത്തിലുണ്ടെന്നും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് ടിക്കറ്റ് എടുത്തിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാവുന്നതാണ്.